എൻ്റെ നയൻത്ത് സ്റ്റാൻഡേർഡിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതുവരെ ഞാൻ മാന്നാർ ആയിരുന്നു താമസിച്ചിരുന്നത്, അമ്മയുടെ വീട്ടിൽ. ഞങ്ങളപ്പോൾ ഇവിടെ വീട് വെച്ചിട്ട് എൻ്റെ 9th സ്റ്റാൻഡേർഡിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം തൊട്ട് ഞാനും ദൈവവും ഭയങ്കര കൂട്ടാണ്. ആക്ച്വലി തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയപ്പം, ഇവിടെ കണ്ണൂരമ്പലത്തിൽ പോയപ്പം ജസ്റ്റ് ചുമ്മാ കണ്ട് ചിരിച്ചു, സംസാരിച്ചു, ഇവിടാണ് വീട്, അങ്ങനെ തുടങ്ങിയൊരു റിലേഷനാണ്. പക്ഷേ അത് അങ്ങ് ഭയങ്കരമായിട്ട് വേറെ ഒരു എക്സ്റ്റെൻഡിലേക്ക് പോകുന്നോ അങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് തുടങ്ങിയൊരു ഒരു ഫ്രണ്ട്ഷിപ്പേ അല്ലായിരുന്നു ഞങ്ങളുടെ. ജസ്റ്റ് കണ്ടു, സംസാരിച്ചു, അങ്ങനെ മാറുന്ന പോലെ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെയൊന്നും ഇങ്ങനെ ഈ ലെവൽ വരെ ഞങ്ങൾ ഇത്ര ക്ലോസ് ആവുമെന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അവളും ഞാനും ഒരുമിച്ചായിരുന്നു ട്രാവലിംഗ് എല്ലാം. അപ്പം കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ബസ്സിലെ യാത്രകൾ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വരാൻ തുടങ്ങി. ആൻറ്റി ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വന്തം മോളെ പോലെ ആയിരുന്നു കാണുന്നത് തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിരുന്നു. എന്ത് വേണേലും നമുക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ ആൻറ്റിയോട് ചോദിക്കാം. ചില ദിവസങ്ങളിൽ ഞാൻ ചിലപ്പം ഭയങ്കര വിശന്നായിരിക്കും വരുന്നത്. കോളേജിലൊക്കെ പോയിട്ട് വിശന്ന് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വരും, ആൻറ്റി വല്ലതും തരണേന്ന് പറഞ്ഞു വരും. ആൻറ്റിക്ക് ഒരു മടിയില്ല. അപ്പം എന്തിരുന്നാലും അപ്പം തന്നെ എനിക്ക് കുക്ക് ചെയ്ത് തരും, ചായ ഇട്ട് തരുമായിരുന്നു. ദൈവനെ കാണുന്ന പോലെ തന്നെയായിരുന്നു എന്നെ കണ്ടിരുന്നത്. പിന്നെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം അത് ആക്ച്വലി വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഭയങ്കര ഹാപ്പിനെസ്സാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഹാപ്പി ഫീലിംഗ് ഉണ്ട്. കാരണം അവൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ബ്രൈഡായിട്ട് നിൽക്കുന്നത് കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. അവൾ തന്നെ തിരഞ്ഞെടുത്തൊരു പാർട്ട്ണർ. അരവിന്ദും ഭയങ്കര നല്ല ഒരു ആളാണ്. എനിക്ക് അങ്ങനെ മീൻസ് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും അവൾ സെലക്ട് ചെയ്യുന്ന ആൾ എന്തായാലും അവളുടെ അതേ വൈബ് കീപ്പ് ചെയ്യുന്ന ആളായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഐ ഹോപ്പ് ഷീൽ ബി വെരി ഹാപ്പി ആഫ്റ്റർ മാരേജ്. ഹായ്, ഞാൻ ദേവിൻ്റെ സിസ്റ്ററാണ്. ദേവിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ 2 അമ്മമാരുടെ വയറ്റിൽ ജനിച്ചാണെങ്കിൽ ഞങ്ങൾ സെയിം ട്വിൻ സിസ്റ്റേഴ്സിനെ പോലെ തന്നെയാണ്. കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങൾ ഒരുപോലെ തന്നെയാണ് വളർന്നത്. ഈവൻ ഡ്രസ്സാണെങ്കിലും സെയിം ആയിരിക്കും, ഡിഫറെൻറ്റ് കളർ, അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കും. ഞാൻ കൊല്ലത്തുള്ളത്, അപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ കാത്തിരിക്കും അവർ മാവേലിക്കരയിൽ നിന്ന് വരാൻ, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് മാവേലിക്കരയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അവളെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്, അവൾ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ നല്ല സിങ്കായിട്ട് പോകുമായിരുന്നു. ഈവൻ ചേട്ടന്മാരുടെ ഇടയിലും 2 കുഞ്ഞു പെങ്ങൾമാരായിരുന്നു ഞങ്ങൾ. പിന്നെ പഠിക്കാൻ ഞാൻ വലുതാണെങ്കിലും അവൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവൾ മാനേജ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാലിയായി പോകുമായിരുന്നു. പിന്നെ ഈവൻ ഞാൻ ചേച്ചിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവൾക്കായിരുന്നു ഫസ്റ്റ് നടക്കാറ്. അതുകൊണ്ട് ഇപ്പോൾ കല്യാണമാണെങ്കിലും അവൾക്കാണ് ഫസ്റ്റ് നടക്കുന്നത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ കരുതിയിട്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇങ്ങനെ തന്നെ ഞങ്ങൾ പോകുന്നു. എനിക്ക് തോന്നുന്നു അവൾക്ക് എന്നെപ്പോലെ, ഞങ്ങൾ സിങ്കായി പോകുന്ന പോലെ എന്നെപ്പോലെ സ്വഭാവമുള്ള നല്ലൊരു പാർട്ട്ണർ തന്നെയാണ് അരവിന്ദ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവരും നല്ല രീതിക്ക് സിങ്കായി പോകും. അവളുടെ കല്യാണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു ഡ്രീമായിരുന്നു. സോ എല്ലാവരും ഞങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്നത്, ദുബായിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം അവളുടെ കല്യാണത്തിന് വേണ്ടി ഡേറ്റ് എടുത്തപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാം ഈ ആനുവൽ ലീവ് നോക്കി കാത്തിരിക്കുമായിരുന്നു. ഇപ്പം ആ മൊമെൻറ്റ് വന്നെത്തി. സോ വി ഓൾ ആർ എക്സൈറ്റഡ്. ദേവുവിന് എല്ലാവിധ ആശംസകളും പ്രയേഴ്സും എല്ലാം ആദ്യത്തെ ഫ്രണ്ട് ട്യൂഷൻ ഒന്നിച്ച് വരുന്നതും പോകുന്നതും എല്ലാം വരുന്നത് കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മളൊരു വട്ടം സ്കൂളില് സ്പെഷ്യൽ ക്ലാസ്സിന് പോയ സമയത്ത് സൈക്കിളിൽ പോയി ബസ് വരുന്ന കണ്ട് പേടിച്ച് ഒരുത്തി കുഴിക്കകത്ത് വീണ് ഞാൻ പാവാട കാലിലും പാവാടയിലും പിടിച്ച് കയറ്റി വലിച്ച് പൊക്കിയെടുത്തു. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല, നിനക്കാ പറ്റി. പക്ഷെ എന്റെ സൈക്കിളിനായിരുന്നു കംപ്ലൈന്റ്. പിന്നെ മുറിയുകയും ചെയ്തില്ല നിനക്ക്? എന്തോ ഒരു സ്ക്രാച്ച് വന്നു. 8, 9, 10 +1 +2 പിന്നെ 4 വർഷം 10 വർഷത്തിൽ 11 വർഷം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അതുകൊണ്ടല്ലേ നിന്റെ കല്യാണത്തിന് 10 ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്ത് വന്നത്. പക്ഷെ എനിക്കറിയായിരുന്നു വരുമെന്ന്. ഇവള് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വേറെ ആരും ഞാൻ അധികം ആരെയും വിളിച്ചില്ല കല്യാണത്തിന്. എന്റെ അപ്പൊ ഇവള് വരത്തില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. നീ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ആ സമയമാകുമ്പോ ഞാൻ എപ്പോഴും ഇവിടെ എല്ലാവരോടും പറഞ്ഞത് ഇവള് വരുന്നില്ല എന്ന് പറഞ്ഞാലും മിക്കവാറും ഇവള് കറക്റ്റ് സമയത്തിന് എത്തും. എനിക്കൊരു മനസ്സിൽ ഉണ്ടായിരുന്നു, അത് അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ അല്ലാണ്ട് വരാതെ വന്നു. അതെ, അത് ഞാൻ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ട്. അതെ.
നമുക്ക് താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ എന്താ ചെയ്യാനാ. പിന്നെ അതെപ്പോഴും സുന്ദരിയല്ലേ, അത് പണ്ട് തൊട്ടേ. അതെ അതെ, എന്റെ വീട്ടിലെല്ലാരും ദുബായ് അബുദാബി ആയതില്ല. ഇപ്പൊ ഇവളാണേലും അവിടെ തന്നെ, ഞാൻ മാത്രമേ ഉള്ളൂ വേറൊരു സ്ഥലത്തോ. ആ സമയത്തൊന്ന് ഇച്ചിരി നമ്മൾ രണ്ടുപേരും ഡിസ്റ്റൻസ് വന്നു കോണ്ടാക്ടില്. പക്ഷെ കോളേജിൽ പഠിച്ച ഒരു സമയത്ത് കുറച്ച് നാള്, പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിന് ഏറെ ഇതോടെ തിരിച്ചു വന്നു. കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് മെസ്സേജ് അയക്കും, കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. എന്റെ കല്യാണം തീരുമാനിച്ച ആ സമയത്ത് 1.5 വർഷം മുന്നേ പറഞ്ഞതാ ഈ സമയം ലീവ് എടുത്തോണം, ഈ സമയമാകുമ്പോ ലീവ് എടുത്തോണം മര്യാദ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏതായാലും ഇവള് വരുമെന്ന് എനിക്ക്, വേറെ ആരും വന്നില്ലെങ്കിൽ ഇവള് വരുമെന്ന് എനിക്കറിയാം. അരവിന്ദിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ കാനഡയിൽ വെച്ച് ഒരുമിച്ച് പഠിച്ചതാണ് PG ചെയ്യാൻ വേണ്ടി. പക്ഷേ എനിക്ക് കാനഡയിൽ പോകാൻ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ പേപ്പർ വർക്കും എൻ്റെ കറക്റ്റായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് കണ്ടിന്യൂസ് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 3rd ഞാൻ ഓൾറെഡി എൻ്റെ ഹാഫ് മൈൻഡ് വിഡ്രോ ചെയ്യാം, ഞാൻ ഇനിയും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും അതുപോലെ എൻ്റെ അപ്പായും അമ്മയും പറഞ്ഞു, നീ ഒരു വട്ടം കൂടെ ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് ചിലപ്പോൾ കിട്ടും എന്നുള്ള ഇതിൽ ലാസ്റ്റ് ട്രയൽ എനിക്ക് കിട്ടി. അങ്ങനെ ഒരു എൻ്റെ പകുതി മനസ്സോടുകൂടി ഞാൻ കാനഡയിൽ പോയത്. പക്ഷേ എനിക്ക് അവിടെ വെച്ച് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരാളാണ് അരവിന്ദ്. കാര്യം ഞങ്ങൾ ക്ലോസ് ആവാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറേ ക്യാരക്ടേഴ്സ് സിമിലറാണ്. നമ്മൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ കൂടുതലും ക്ലോസ് ആയ. ആദ്യം നല്ല ഫ്രണ്ട്സായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പായി അമ്മയും ഇല്ലാത്തതിൻ്റെ ആ ഒരു എൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഒരിത് എന്നെ അറിയിച്ചിട്ടേ ഇല്ല. എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ അരവിന്ദ്. ഒത്തിരി വർഷമായില്ലേലും ഈ ഒരു 4 വർഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷത്തെ എനിക്ക് മെമ്മറീസ് ഇതും തന്നിട്ടുണ്ട്. ഞങ്ങളവിടെ ഒരുമിച്ചായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ ഒരു ചെറിയ കാര്യത്തിന് പോലും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് അരവിന്ദ്. അത് എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്കാരൻ കുറച്ച് റിസർവ് ടൈപ്പ്, അത്ര അങ്ങ് ഓവർ എക്സൈറ്റഡ് ഒന്നും ആവത്തില്ല. പക്ഷേ ഞാൻ ആ കാര്യത്തിൽ ഞങ്ങൾ ഓപ്പോസിറ്റ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഞാൻ ഓരോ കാര്യവും കല്യാണത്തിന് ഞാനിങ്ങനെ നോക്കി ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ ലവ് യു അച്ചുബി. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച പോലെ നല്ല സുന്ദരനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കാണുന്നതിനെക്കാട്ടിലും അരവിന്ദ് തന്നെ, കാര്യം ഇത് അരവിന്ദിൻ്റെ ഫേവറേറ്റ് കളറാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് സാരി എന്ന് പറഞ്ഞാൽ അരവിന്ദിൻ്റെ ഫേവറേറ്റ് കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ അന്നേ പറയുന്നുണ്ടായിരുന്നു ഈ കളർ തന്നെ വേണം സാരി. ഞാൻ ഒരുങ്ങി ബ്രൈഡായിട്ട് നിൽക്കുമ്പോൾ അരവിന്ദ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നോർമലി ഞാൻ അത്രയും മേക്കപ്പ് ചെയ്യുന്നതൊന്നും അരവിന്ദിന് അങ്ങനെ ഇഷ്ടമല്ല. കാര്യം എപ്പോഴും ഞാൻ സിമ്പിളായിട്ടിരിക്കുന്ന കാണാനാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് പതിവില്ലാതെ ഒത്തിരി നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഓവർ ദ മൂണായെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തൊരു മൂമെൻ്റ് ആയത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളോട് നമ്മൾ ആദ്യം പറഞ്ഞു കുറച്ച് ഒരു ഫ്രണ്ട് സർക്കിളിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു ഫാമിലി ഇതിൽ കല്യാണം കഴിക്കാം എന്ന് വിചാരിച്ചു. അതിങ്ങനെ ബിഗായി ഇപ്പോൾ ഇത്രയും. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ സത്യം പറയാലോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ കല്യാണം നടത്തണം, കല്യാണം അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ദിവസമായിട്ട് അതുപോലെ തന്നെ നടക്കാൻ പറ്റിയതിൽ ഐ എം റിയലി ഹാപ്പി. അതിന് എൻ്റെ കൂടെ ഇപ്പം എല്ലാ കാര്യങ്ങളും അരവിന്ദിൻ്റെ എവിടെ ആണെങ്കിലും ഓരോ കാര്യത്തിന് അച്ഛനും അമ്മയാണെങ്കിലും എന്നെ വിളിക്കും, ഇത് ചെയ്യട്ടെ മോളെ, അത് ചെയ്യട്ടെ മോളെ എന്ന് ചോദിച്ചു. അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എല്ലാ കാര്യത്തിനും ഞാൻ ചെയ്താലും എൻ്റെ ഏറ്റവും വലിയ പില്ലർ ഓഫ് ദ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് അരവിന്ദ് തന്നെ. ഒരു സ്പെഷ്യൽ നോട്ടെന്ന് പറയാൻ നമ്മൾ തമ്മിൽ ഇപ്പം അവിടെ ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് പരസ്പരം നല്ലോണം അറിയാം. ഞാൻ ഒരു വയ്യാതെ ഇരുന്ന ഘട്ടത്തിൽ എന്നെ അതുപോലെ ഒരു അപ്പായമ്മയെ നോക്കുന്ന പോലെ ടേക്ക് കെയർ ചെയ്ത്, ഞാൻ പറഞ്ഞില്ല ഞാൻ കരയൊന്ന്, ടേക്ക് കെയർ ചെയ്ത് നോക്കിയത് അരവിന്ദായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു അപ്പായമ്മ ഇല്ല എൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടേ ഇല്ല. അപ്പം അതിന് എൻ്റെ കൂടെ എല്ലാത്തിനും എപ്പോഴും നിൽക്കുന്നതിനും എൻ്റെ കൂടെ ഇനിയും ലൈഫ് ലോങ് എൻ്റെ കൂടെ കാണാൻ പോകും. ലൈക്ക് ഇതൊരു ഒഫീഷ്യൽ സെറിമണി മാത്രമാണ്, എങ്കിലും എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം. എങ്കിലും നമ്മൾ പതിപ്പിക്കുക എന്ന് പറയത്തില്ല, സ്റ്റാമ്പ് ചെയ്യുന്ന പോലെ ആവുക എന്ന്. സോ ഐ ലവ് യു സോ മച്ച്. എപ്പോഴും ഇങ്ങനെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ അരവിന്ദൻ്റെ കസിനാണ്. ആൻഡ് അരവിന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ് ദി ഐഡിയൽ ഓൾഡർ ബ്രദർ. ഭയങ്കര പാവം ഓൾഡർ ബ്രദറാണ്. ഗൗതം ഇസ് ഭയങ്കര എന്താ പറയുക, ഞാനും ഗൗതം എപ്പോഴും ഭയങ്കര അടിയാണ്. പക്ഷേ അരവിന്ദൻ ഇസ് ദ നൈസ് ബ്രദർ. സോ ടു സീ ഹിം ഗെറ്റ് മാരിഡ് നൗ, ഇറ്റ്സ് ആക്ച്വലി ഞാൻ കരഞ്ഞു. ചേച്ചിയും ചേട്ടനും കല്യാണം കഴിച്ച് താലി ഇട്ടപ്പോൾ എനിക്ക് ആക്ച്വലി കണ്ണിൽ നിന്ന് വെള്ളം വന്നു. പിന്നെ ചേച്ചിയായിട്ട് പെട്ടെന്ന് കൂട്ടായി. ഞാൻ
ഐ വോണ്ട് സേ ഐ എം ഇൻട്രോവേർട്ടഡ്, പക്ഷെ എന്നാലും എനിക്ക് ആൾക്കാരുമായിട്ട് റിലേഷൻ ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ചേച്ചിയായിട്ട് പെട്ടെന്ന് കൂട്ടായി. പരിചയപ്പെട്ടപ്പോൾ തന്നെ വി ജസ്റ്റ് became friends instantly, and they make an absolutely wonderful pair, and I have nothing but good wishes for them, and yeah, that's it. അരവിന്ദിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ലൈക്ക് നമ്മൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. എനിക്കൊരു സഹോദരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അരവിന്ദേട്ടൻ തന്നെയാണ്. പിന്നെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്നൊരു കല്യാണം, ആൾ വളർന്നുപോയി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഭയങ്കര സന്തോഷമാണ് കല്യാണം കഴിഞ്ഞതിൽ. ദേവ് ചേച്ചി ഒരു നാത്തൂനായിട്ട് കിട്ടിയതിലും ഭയങ്കര സന്തോഷമാണ്. താലി കെട്ടുന്ന സമയത്ത് ലൈക്ക് പുതിയൊരു മെമ്പറും കൂടെ നമ്മുടെ വീട്ടിലേക്ക്, ഫാമിലിയിലേക്ക് വരുന്ന പോലെ. ആളുടെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു ഡ്രീമായിരുന്നു. അതായത് മൂത്തൊരു ചേട്ടനാണ്. അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കല്യാണമാണ്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലാണ്. ഹാപ്പി മാരീഡ് ലൈഫ് അരവിന്ദ് ആൻഡ് ദേവ് ചേച്ചി. അടിപൊളിയായിട്ട് ജീവിക്ക്, നന്നായിട്ടിരിക്കുക, സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹെൽത്തി.